നമ്മുടെ സാരി അല്ലെങ്കിൽ ചുരിദാർ, ഷോള്, ബെഡ്ഷീറ്റ്, അങ്ങനെ ബ്ലൗസിൻ്റെ സ്ലീവ്സ് ഇതെല്ലാം സ്കാലപ്പ് ചെയ്യാൻ ടൈലേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ പലയിടത്തും അത് ചെയ്യത്തുമില്ല. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് സ്കാലപ്പ് ചെയ്യാനും അവർ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് തന്നെ എങ്ങനെ വീട്ടിൽ ഹാൻഡ് എംബ്രോയ്ഡറി വെച്ചിട്ട് എങ്ങനെ സ്കാലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം സാരി ഫുള്ളും 5.5 മീറ്ററും പിന്നെ ബോർഡറും എല്ലാം തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് സമയം എടുക്കും. സാരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബ്ലൗസിൻ്റെ സ്ലീവ് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സ്ലീവ്, ദുപ്പട്ട, ടേബിൾ റണ്ണറൊക്കെ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ കൈകൊണ്ട് സ്കാലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്കിത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്കാലപ്പ് ഹാൻഡ് എംബ്രോയ്ഡറി വെച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്കാലപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കാലപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, അപ്പോൾ നമ്മൾ സ്കാലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഏത് ബോർഡർ ഡിസൈൻ എടുത്തേക്കണമെന്ന് വെച്ചാൽ അത് തയ്ക്കുക, എന്നിട്ടാണ് സ്കാലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ സ്റ്റെംസിനും ലീവ്സിനും ആദ്യം തയ്ച്ച് പോണത്, സ്റ്റെമ്മും ലീഫും. ഇപ്പോൾ ലീവ്സ് ലേസി ഡേസിയും സ്റ്റെമ്മ് ബാക്ക് സ്റ്റിച്ചുമാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 6 strands ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഡിസൈൻ വരുമ്പം അടിയിൽ കൂടെ വലിക്കുന്നത് കുറവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലീഫും സ്റ്റെമ്മും ഒരുമിച്ച് തന്നെ തയ്ച്ച് പോവുക. അപ്പം ഞാനിവിടെ ലീഫ് തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഇനി നമ്മൾ സ്റ്റെമ്മ് തയ്ക്കാനായിട്ട്, ബാക്ക് സ്റ്റിച്ച് തയ്ക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പം ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ 2 വട്ടം ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുത്തെ ലീവ്സ് തയ്ക്കുവാണ്. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ അടിയിൽ കൂടെ നൂല് വലിയുന്നത് കുറച്ച് കുറയും. അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് മുഴുവൻ തയ്ച്ച് കഴിഞ്ഞിട്ട് ലീഫ് തയ്ക്കാൻ പോയാൽ ഒത്തിരി വട്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിൽ കൂടെ നൂലെടുക്കുന്നത് കാണുകയും ചെയ്യും. നമ്മുടെ നൂലിൻ്റെ വേസ്റ്റേജും കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് കുറവാക്കാം നമുക്കിങ്ങനെ തയ്ക്കുവാണെങ്കിൽ. ഇപ്പോൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ തയ്ക്കാൻ പറ്റണേ. ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ചോ വല്ലതും തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തയ്ക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ സ്റ്റെമ്മിൻ്റെയും ചെയിൻ സ്റ്റിച്ചിൻ്റെയും കണ്ടിന്യൂറ്റി പോകും. അപ്പോൾ അതങ്ങനെ തയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ബാക്ക് സ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ലീഫും സ്റ്റെമ്മും കൂടെ ഒരുമിച്ച് തയ്ച്ച് പോകാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഫുള്ളും സ്റ്റെമ്മും ലീഫും നമുക്കിതുവരെ ഫില്ല് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂ തയ്ച്ചിട്ട് സ്കാലപ്പ് ചെയ്യാൻ പോവാം. ഇപ്പം ഞാൻ ഒരെണ്ണത്തിൻ്റെ സ്റ്റെമ്മും ലീഫും തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതും തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇവിടെ പൂ തയ്ക്കാം. പൂ ഞാനിവിടെ ഒരു കുഞ്ഞ് വട്ടം തയ്ക്കാനായിരുന്നു. കുഞ്ഞു വട്ടത്തിൽ ഫ്രഞ്ച് ബൂളിയൻ നോട്ടാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഒറ്റ ബൂളിയൻ നോട്ടേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കർവായിട്ട് ബൂളിയൻ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് ബീഡ് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വളഞ്ഞ് വരണമെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. അതിലും കുറച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിലും കുറച്ചെടുത്തിട്ട് നമ്മൾ ചുറ്റുക. ഇതിപ്പോൾ ഇത്രയും വളഞ്ഞ് വന്നെങ്കിൽ ഒരു 25-30 ടൈംസ് എങ്ങാനും നമ്മൾക്ക് നൂല് സൂചിയിൽ ചുറ്റണം. ഞാനിവിടെ 30 വട്ടം ചുറ്റിയിട്ടുണ്ട്. നമുക്ക് സൂചിയിൽ നിന്ന് പയ്യെ ഊരിയെടുക്കാം. ഇപ്പോൾ ചുറ്റുമ്പോൾ ഒത്തിരി മുറുക്കെ ചുറ്റാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സൂചിയിൽ നിന്ന് ഊരിയെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞേക്കണ പോലെ ഇങ്ങനെ കാണിച്ചാലും നൂല് പയ്യെ വിരൽ വെച്ച് നമ്മുടെ നഖം വെച്ച് ഇങ്ങനെ താത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂചിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അല്ലാണ്ട് വിരലിങ്ങനെ പിടിച്ചിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ആവുകയുള്ളൂ. നമുക്ക് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു 30 വട്ടം ചുറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ചുറ്റണമെങ്കിൽ നീളം കുറഞ്ഞ സൂചിയിൽ ചുറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ സൂചി നിറച്ചും ത്രെഡായിരിക്കും. നല്ല നീളമുള്ള 6 ഇഴ കയറുന്ന സൂചി എടുക്കണം. അപ്പോൾ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. നമുക്കിനി
പയ്യെ വലിച്ചെടുക്കാം. ഒത്തിരി നീളത്തിലുള്ള നൂലെടുത്ത് ആദ്യത്തെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒത്തിരി നീളത്തിൽ നൂലെടുത്ത് തയ്ക്കാൻ പോകണ്ട, കെട്ടുകൂടാനൊരു ചാൻസ് ഉണ്ടാവും. കെട്ട് കൂടും എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുവാണെങ്കിൽ ഒരു സൈഡിലത്തെ നൂല് ഇത് ഇങ്ങനെ വലിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് കെട്ടുകൂടാണ്ട്, അല്ലെങ്കിൽ ഈ നൂലും കൂടെ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടാണ്ട് പോരും. ഇതിപ്പോൾ ഞാൻ ചുറ്റിയത് ഇച്ചിരി ടൈറ്റായി പോയോണ്ടാണ് അങ്ങനെ വരുന്നത്. നല്ലോണം ടൈറ്റൻ ചെയ്യുക. അതെ, ഇതുപോലെ ഒരു കർവ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ഇതിങ്ങനെ വെച്ചിട്ട് നടുക്കൊരു ബീഡും കൂടെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിവിടെ താത്തിയിട്ട് നമുക്കൊന്ന് ഉറപ്പിച്ച് വെക്കാനായിട്ട് ഒന്നുകൂടെ ഒന്ന് എടുത്ത് വെക്കാം. ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ എടുത്ത് കുത്തി താത്തണം, നേരെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങിപ്പോരും. അതുകൊണ്ട് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് നമുക്ക് ഉടക്കി വെക്കാം. ഇനി നടുക്കൊരു ബീഡും കൂടെ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഡിസൈൻ, ഒരു സ്ഥലത്തെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി സ്കാലപ്പ് ചെയ്യാം. ബൂളിയൻ നോട്ട് ആർക്കെങ്കിലും അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് മേളിൽ കാർഡിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബീഡ് വെച്ച് ഇതങ്ങ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പൂവിൻ്റെ ഒരു കുഞ്ഞ് ഡിസൈനായി. ഇനി നമുക്ക് ഇവിടുത്തെ സ്കാലപ്പ് ചെയ്യാം. അപ്പോൾ സ്കാലപ്പ് ചെയ്യാനായിട്ട് എന്തോരം കേർവ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം എന്തോരം വീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ഒന്ന് വരച്ച് വയ്ക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും വീതിയിലാണ് സ്കാലപ്പ് ചെയ്യുന്നത്. അപ്പോൾ 2 വര അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേളിൽ കൂടെ ആദ്യം തന്നെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്യുകയാണ്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് കൃത്യമായി ഇതിൽ തന്നെ നമുക്ക് എടുക്കാനും ഇത് ചെയ്യാൻ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. സ്കാലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ഒന്ന് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കാലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുപ്പിച്ച് റണ്ണിങ് സ്റ്റിച്ച് അങ്ങനെ ചെയ്യുക. ഈ ഒരു ലൈനും ഈ ഒരു ലൈനും 2 മേലത്തെയും താഴത്തെയും ലൈൻ ഇതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുക ആദ്യം തന്നെ. ഇതിപ്പോൾ ഞാനിവിടെ ആങ്കറിൻ്റെ 2 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്യുന്നുള്ളൂ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ റണ്ണിങ് സ്റ്റിച്ച് ഈക്വൽ ആയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ തയ്ക്കുന്നതിൻ്റെ അടിയിൽ പോകുന്നത്, അപ്പം ഇത്തിരി വ്യത്യാസമുണ്ട്, അകന്നു പോയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഫുള്ളും നമുക്ക് ചെയ്തെടുക്കാം റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് ഇപ്പോൾ ഈ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ തയ്ച്ചില്ല, അതിൻ്റെ തൊട്ട് മേളിൽ സൂചി എടുക്കുക. ഇതും 2 സ്ട്രാൻഡ്സ് ഇട്ടിട്ട്, ഇപ്പോൾ കട്ടി കൂടുതൽ വേണമെന്ന് വെച്ചാൽ 2 സ്ട്രാൻഡ്സ് മാറിയിട്ട് 3 സ്ട്രാൻഡ്സോ 4 സ്ട്രാൻഡ്സോ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഒത്തിരി കട്ടിയിൽ ഇരിക്കേണ്ടത്, മുഴുവൻ തയ്ച്ചു വരുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒത്തിരി കട്ടിയിൽ എടുത്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഈ സെയിം തൊട്ടടുത്തുനിന്ന് തന്നെ, സെയിം ഹോളല്ല, തൊട്ടടുത്തുനിന്ന് തന്നെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പുറത്തോട്ടാണ് കുത്തിയെടുക്കുന്നത്, ഉള്ളിലല്ല പുറത്ത്. എന്നിട്ട് സൂചിയുടെ താഴത്തെ കൂടെ ത്രെഡ് പാസ് ചെയ്യുന്നു, സൂചി വലിച്ചെടുക്കുന്നു. ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ചില്ലെങ്കിലും നമ്മൾ ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് തയ്ക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാണ്ട് തന്നെ അടുപ്പിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചാലും മതി. ഇങ്ങനെ ഫുള്ളും നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് സ്കാലപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കാണിച്ചേക്കുന്നത്. ഇതുവരെ പല മെത്തേഡ്സും ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 6 സ്ട്രാൻഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തടിച്ചിരിക്കും. അപ്പോൾ അതിലും ഭംഗി 2ഓ 3ഓ സ്ട്രാൻഡ്സ് എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ അടുപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ ആ വെള്ള തുണിയുടെ ആ വെള്ള കളർ കാണും ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ചെയ്യുക. ഇതിപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു
ഇവിടുത്തെ ഈ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു നൂല് ഇതിലേക്കൂടെ വരുന്നത്, ഒരു കെട്ടുപോലെ ഇവിടെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കണമെങ്കിൽ ആ ഒരു ഇത് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. സാറ്റിൻ ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും ഇപ്പം ഒരു മനസ്സിൽ തോന്നും, ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതല്ലേ ഉള്ളൂ, സാറ്റിൻ തയ്ച്ചാൽ പോരേ എന്ന് വിചാരിക്കും. പക്ഷെ സാറ്റിൻ തയ്ക്കുമ്പോൾ അങ്ങനെ ഒരു അവിടെ ഒരു എന്താ നൂലിൻ്റെ ഒരു ഇത് ബാറ് വരുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് കണ്ടാലേ ഒരു ഭംഗിയുള്ളൂ. അതുകൊണ്ടാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് മുഴുവൻ ബോർഡറിൻ്റെ ഇവിലെ കൂടെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടെ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് നല്ല ഷാർപ്പ് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ സ്ലീവിലൊക്കെയാണ് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്തോരം വേണം എന്ന് ആദ്യം അളന്ന് വെച്ചിട്ട് ആ പോർഷനിൽ വേണം ഇത് തയ്ക്കാനായിട്ട്. വരച്ചിട്ട് ആ ഒരു ആ ലെങ്ത്ത് എടുത്തിട്ട് വേണം ഈ സ്കാലപ്പ് പോലെ തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഇത്തിരി വീതിയിലാണ് തയ്ച്ചേക്കണേ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കയ്യിലൊക്കെ തയ്ക്കുമ്പോൾ ഇത്രയും വീതിയിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കേണ്ട, കുറച്ചും കൂടെ കുറച്ചെടുത്തിട്ട് തയ്ച്ചാൽ മതി, അല്ലെങ്കിൽ വൃത്തികേടാകും കയ്യിലൊക്കെ ഇത്രയും വീതിയിൽ സ്കാലപ്പ് വന്നാൽ. അപ്പോൾ കുറച്ചിട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഫ്രെയിം ഊരിയിട്ട് ഇത് കട്ട് ചെയ്യാം, ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഊരി ഇനി നമുക്ക് ഇത് ഈ ഒരു പൊസിഷനിൽ എങ്ങനെയാണ് തയ്ച്ചതെന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്ത് തന്നെ, തയ്യലിലോട്ട് കയറരുത്, പക്ഷേ അതിൻ്റെ ചേർത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്യുക. സൂക്ഷിച്ച് വേണം. നല്ല ഷാർപ്പ് സിസേഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് യൂസ് ചെയ്യുക. അത് വളരെ സൂക്ഷിച്ച് വേണം കണ്ടിക്കാൻ. നമ്മൾ തയ്ച്ച ത്രെഡൊന്നും കട്ടാവാതെ ചേർത്ത് നല്ല ക്ഷമയോടെ ഇരുന്ന് കട്ട് ചെയ്യുക. ചേർത്ത് തന്നെ കട്ട് ചെയ്യുക, തുണി കാണാണ്ടുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ദേ ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ കട്ടായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതുപോലെ ബാക്കിത്തെ ഈ ഒരു ബാക്കിത്തെ 2 കർവ്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം നമ്മൾ ഇവിടുത്തെ സ്കാലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 കർവ്സും നല്ല ഇതിൽ തന്നെ ഇവിടെ നല്ലോണം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇത്തിരി പോർഷൻ നിങ്ങൾക്ക് കാണാൻ തുണിയുള്ളത്, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നൂല് തീർന്നപ്പം അടുത്ത നൂലെടുത്തത് ഇതിന് ചേർന്ന് പോയി, അപ്പോൾ കെട്ടിട്ടേക്കുന്നത് ഇങ്ങനെ കയറി വന്നു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ കട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചും കൂടെ ഉള്ളിൽ നിന്ന് എടുത്ത് തയ്ക്കുക. അപ്പം ആ കെട്ട് പുറത്തോട്ട് വരത്തില്ല, കുറച്ചും കൂടെ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കെട്ട് അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ അത്ര ട്രിം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നൂല് തീർന്നു പോയി പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് സ്കാലപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഇവിടുത്തെ ഡിസൈൻ തയ്ച്ചു കഴിഞ്ഞിട്ട് സ്കാലപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ പിന്നെ അവസാനം ഇത് തയ്ക്കാൻ പോയാൽ വൃത്തിക്ക് കിട്ടത്തില്ല. ഫ്രെയിം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രെയിം ഇടാൻ പറ്റില്ല, അത് ഒരു റീസൺ. അതുകൊണ്ട് ആദ്യം തന്നെ ഇവിടുത്തെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതൊരു ചുരിദാറിൻ്റെ സ്ലീവ് അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ സ്ലീവിൽ തയ്ച്ചാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഏത് മെറ്റീരിയൽ കിട്ടുമ്പോൾ തന്നെ എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട്, സ്ലീവ്സ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് വേണം ഈ സ്കാലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്കാലപ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും, ചെയ്തോട്ടൊന്നും വൃത്തിയായിട്ട് വരത്തുമില്ല. അപ്പോൾ മെറ്റീരിയൽ ആയിട്ട് തന്നെ ചെയ്യണം, തയ്ച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഷോളൊക്കെ ആണെങ്കിൽ കുറച്ച് നീളം കുറയും. ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ലെങ്ത്തിൻ്റെ കുറച്ച് എടുത്തിട്ടാണല്ലോ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പം നീളം കുറച്ച് കുറയും. നീളമുള്ള ഷോളിലാണ് ഈ സ്കാലപ്പ് ചെയ്യാനായിട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും നീളം കുറയും. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.